നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമെന്ന് EP ജയരാജൻ. കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ഇതിനുദാഹരണം. ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചില്ല. അദ്ദേഹം തടവറക്കുള്ളിൽ പോലും വേട്ടയാടപ്പെട്ടെന്നും EP ജയരാജൻ. ഇന്ന് IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിന് പുത്തൻ അധ്യയന ദിനം. ശാരീരിക അവശതകൾ വഴിമാറി കുട്ടികൾ വീണ്ടും വിദ്യാലയ മുറ്റത്തെത്തി. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്കൂൾ. ഇനി പുതിയ അറിവുകൾ നേടും കാലം. കൂലി വർധനവ് നടപ്പാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് STU. ഡിമാൻഡ് നോട്ടീസ് നൽകി 3 വർഷം കാത്തിരുന്നു. ഇനിയും വൈകിപ്പിക്കരുതെന്ന് തൊഴിലാളികൾ. സർക്കാർ തൊഴിലാളികളെ ശത്രുക്കളായി കാണുന്നുവെന്ന് MA കരീം. വാർത്തകൾ വിശദമായി. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമെന്ന് EP ജയരാജൻ. TP വധക്കേസ് പ്രതി കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ഭരണകൂട താൽപര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണ്. ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി തടവറക്കുള്ളിൽ കുഞ്ഞനന്തന് ലഭിച്ചില്ലെന്നും കുഞ്ഞനന്തൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നും EP ജയരാജൻ പറഞ്ഞു. കുഞ്ഞനന്തൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾ, മറ്റ് പിന്തിരിപ്പ ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സഖാവ് കുഞ്ഞനന്തനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. നീതി ലഭിക്കാതെ നാടിനു വേണ്ടി പ്രവർത്തിച്ചൊരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു. നീതിപീഠത്തിന്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി. പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ പീഠത്തിന്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്തനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. മുണ്ടേരി കുറ്റ്യാട്ടൂർ അതിർത്തി പങ്കിടുന്ന മാണിയൂർ തോടിന്റെ കൈത്തോടിൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. മഴക്കാലത്ത് നാട്ടുകാർ മത്സ്യം പിടിക്കുന്നത് ഇവിടെ പതിവാണ്. എന്നാൽ 2 ദിവസം മുന്നേ വെള്ളത്തിന് നിറവ്യത്യാസവും എണ്ണമയവും കണ്ടു തുടങ്ങിയിരുന്നു. ഇന്നലെ മുതൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊന്തിയതായും നാട്ടുകാർ പറഞ്ഞു. വെള്ളത്തിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന ഏട്ട മത്സ്യം പോലെയുള്ളവ വെള്ളത്തിന് മുകളിൽ വന്ന് അവശത നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. 4 ദിവസമായി നമ്മുടെ തോട്ടിലെ വെള്ളം ഒരു കറുത്തിട്ട് കാണുന്ന ഒരു നെയ്മിക്കോട് ഒരു കെമിക്കൽ പോലെ കാണുന്നത്. ഇപ്പോൾ മീൻ 2 ദിവസമായി മീൻ ചത്തിട്ട് പൊന്തുന്നു. അതിപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ടുള്ളത്, ഭയങ്കര വെള്ളം ഫുൾ കറുത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇത് ഉറവിടം കിട്ടുന്നില്ല. കുറവൊരു ഭാഗത്തുനിന്ന് വരുന്ന തോടാണ് അത്. ഇവിടെ ഇപ്പം മീൻകടവ് പാലത്തിനടുത്ത് മീൻ ഫുള്ള് ചത്തിട്ട് പൊന്തിട്ടുള്ളൂ. ആര് വന്നാലും കാണാൻ പറ്റൂ. അതിന് അധികൃതരൊന്ന് പെട്ടെന്ന് അതിൻ്റെ ഒരു പരിഹാരം കാണണം. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിൻസിത M. എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മാണിയൂർ വയൽത്തോടിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് മഴ ഇപ്പോൾ ഉണ്ട് എങ്കിലും അവിടെ വെള്ളത്തിൽ കളറ് വ്യത്യാസം സംഭവിച്ചതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾ നമ്മളോട് കാര്യങ്ങൾ പറയുകയും ഇന്നാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വെള്ളം മലിനമായിട്ടുണ്ട്, കറുപ്പ് കളറ് വന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ കുറേ മത്സ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചത്തുപൊന്തിയതിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒരു തോട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷണം ആക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഈ ചത്തുപൊന്തിയതിൻ്റെ സാഹചര്യത്തിൽ അതൊന്ന് അന്വേഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിച്ച് ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. മഴക്കാലത്ത് ഉപജീവനത്തിനും ആഹാരത്തിനുമായി മത്സ്യം പിടിക്കുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അവസ്ഥ.
ബാലം നെട്ടൂർ സ്വദേശിനിയെ ഗുരുതര പരിക്കേൽപ്പിച്ച് ബന്ദിയാക്കി മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി. തലശ്ശേരിക്കടുത്ത് വടക്കുംപാട് കാരാട്ടുകുന്നിൽ തനിച്ച് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് സ്വർണ്ണ കവർന്ന കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി അസം സ്വദേശി ജാഷിദുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ധർമ്മടം എസ്.ഐ. ജെ ഷജീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അസമിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത്. വടക്കുംപാട് കൂളി ബസാറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലം നെട്ടൂർ സ്വദേശിനിയെ വീട്ടിൽ കയറി ഗുരുതര പരിക്കേൽപ്പിക്കുകയും ബന്ദിയാക്കിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തുകയും ചെയ്ത പ്രതിയായ ജഷീദുൽ ഇസ്ലാമിനെ ധർമ്മടം പോലീസ് അസമിൽ വെച്ചാണ് പിടികൂടിയത്. സംഭവശേഷം പ്രതി ട്രെയിൻ വഴിയും മറ്റു പല വാഹനങ്ങളിലുമായി തിരിച്ച് അസമിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഉടനെ പോലീസ് അസമിലെത്തിയെങ്കിലും പ്രതി ത്രിപുരയിലെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടു. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തെ ബാധിച്ചു. പിന്നീട് അന്വേഷണം രഹസ്യമായി തുടർന്നു. ഇതിനിടയിൽ പ്രതി ഭാര്യയുടെ കൂടെ താമസിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് വീണ്ടും അസമിൽ ചെല്ലുകയും അസം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ധർമ്മടം എസ്.ഐ. ഷജീമിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത് ഇ, ശ്രീലാൽ, രതീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കണ്ണൂർ ജില്ലയിൽ 2025 അധ്യയന വർഷം 10-12 ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കണ്ണൂർ പാട്രിയോട്ട് അക്കാദമി അനുമോദിക്കുന്നു. ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 15, 22 തീയതികളിൽ രാവിലെ 8:30 മുതൽ 5 മണി വരെയും 29-ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുമാണ് പരിപാടി നടത്തുക. അന്നേ ദിവസങ്ങളിൽ കരിയർ ഗുരുവായ ഡോക്ടർ അജൽ ജോസ് അക്കര നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസും ഉപരിപഠന വിദ്യാഭ്യാസ സെമിനാറും നടക്കും. നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഒട്ടനവധി വിശിഷ്ട അതിഥികളെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിച്ചേരാനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് 10ാം ക്ലാസ്സിലത്തെ കുട്ടികളും +2 കുട്ടികളും അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റും നമുക്ക് ഈ പറയുന്ന താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകൾ 10ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 എന്ന് പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് നമ്പറും അതുപോലെ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് 76 എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറും ഈ 2 നമ്പറിൽ അയക്കേണ്ടതാണ്. നമ്മൾ NDA എന്ന് പറയുന്ന നമുക്കറിയാം നാഷണൽ ഡിഫൻസ് അക്കാദമി കേന്ദ്ര സേനയിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ നമ്മുടെ അക്കാദമി പറയുന്നത്. ഈ ഒരു അക്കാദമിയിൽ നമ്മൾ എക്സാമൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനിതകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. വനിതകൾക്ക് NDA നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ അപേക്ഷാ ഫോം എന്ന് പറയുന്നത് പൂരിപ്പിച്ചാൽ മാത്രം മതി. അവിടെ ഒരു അപേക്ഷാ ഫീസില്ല. അതേപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കേവലം 100 രൂപ മതി. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. കണ്ണൂർ പാട്രിയോട്ട് അക്കാദമി അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വാട്സപ്പായി അയക്കുകയാണ് വേണ്ടത്. 94 96 75 11 11 എന്ന നമ്പറിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും 94 96 76 11 11 എന്ന നമ്പറിൽ +2 വിദ്യാർത്ഥികളുമാണ് ഫോട്ടോയും മാർക്ക് ലിസ്റ്റും അയക്കേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ AJ അജൽ, കോർഡിനേറ്റർ PR അനന്തകൃഷ്ണൻ, സ്റ്റുഡന്റ് കൌൺസിലർ സനിക ഗണേഷ്, CR നിത്യ, നന്ദന നിധി എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമെന്ന് EP ജയരാജൻ. കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ഇതിനുദാഹരണം. ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചില്ല. അദ്ദേഹം തടവറക്കുള്ളിൽ പോലും വേട്ടയാടപ്പെട്ടെന്നും EP ജയരാജൻ. ഇന്ന് IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിന് പുത്തൻ അധ്യയന ദിനം. ശാരീരിക അവശതകൾ വഴിമാറി കുട്ടികൾ വീണ്ടും വിദ്യാലയ മുറ്റത്തെത്തി. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്കൂൾ. ഇനി പുതിയ അറിവുകൾ നേടും കാലം. കൂലി വർധനവ് നടപ്പാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് STU. ഡിമാൻഡ് നോട്ടീസ് നൽകി 3 വർഷം കാത്തിരുന്നു. ഇനിയും വൈകിപ്പിക്കരുതെന്ന് തൊഴിലാളികൾ. സർക്കാർ തൊഴിലാളികളെ ശത്രുക്കളായി കാണുന്നുവെന്ന് MA കരീം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന ഇനീഷ്യേറ്റീവ് ഫോർ പാലിയേറ്റീവ് കെയർ IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. മുൻ MP KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പല കാരണങ്ങൾ കൊണ്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയവരായിരുന്നു. പക്ഷെ പിന്നീട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും ആഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അടിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അടിപ്പെട്ടവരെ എങ്ങനെയാണ് അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരിക? അത് വളരെ വളരെ വലിയ ഒരു സാമൂഹ്യ ഇടപെടലാണ്. കാരുണ്യത്തോടെ, ദയോടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിധത്തിൽ ഇടപെടേണ്ട ഒരു മേഖലയാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് IRPC ഈ ഒരു കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഡി അഡിക്ഷൻ സെന്റർ, അതോടൊപ്പം തന്നെ ഡയാലിസിസ് സെന്റർ, വിവിധ കാരണങ്ങൾ കൊണ്ട് അസുഖം ബാധിച്ചിട്ടുള്ള ഡയാലിസിസ് ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് നൽകുന്നതിന് വേണ്ടി ചെറിയ ചെലവിൽ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് ഡയാലിസിസ് മേഖലയിൽ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ സമൂഹത്തിന് പൊതുവില് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം വലിയ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും ഓരോ വീടുകളിലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ ദുരിതം അനുഭവിക്കുന്നത് വീട്ടിലൊരു മയക്കുമരുന്നിന് അടിപ്പെട്ട ഒരു ചെറുപ്പക്കാരനോ മറ്റോ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിട്ട് വരും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജനിതക വൈകല്യ നിമിത്തം രോഗം അനുഭവിച്ച് അതിന്റെ ഫലമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടായിട്ട് വരും. അതല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗി വീട്ടിലുണ്ടായിട്ട് വരും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾ, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുക എന്നുള്ള നിലയിലാണ് IRPC ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി 2018 പനോനേരിയിൽ ആരംഭിച്ച ഡേ കെയർ സെന്റർ ആണ് 2023 സ്പെഷ്യൽ സ്കൂളായി കണ്ണോത്തുംചാലിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സ്വാന്തന പരിചരണ രംഗത്തെ നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന IRPC പുതിയ സ്കൂൾ അധ്യയന വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവുമായുള്ള അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ തന്മയ സ്പെഷ്യൽ സ്കൂൾ കൺവീനർ K പ്രമോദ് സ്വാഗതം പറഞ്ഞു. തന്മയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ K രാജീവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ P ബിജു മുഖ്യാതിഥിയായി. സദസ്സിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി സ്ഥാനാർബുദത്തെ അതിജീവിച്ചവർക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ തെക്കി ബസാറിലെ സൊസൈറ്റി ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് അസിസ്റ്റന്റ് കളക്ടർ അഹത്തദെ മുഹസീർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് D കൃഷ്ണനാഥ പൈ അധ്യക്ഷത വഹിച്ചു. അമേരിക്കയിലെ ടെക്സാസിൽ നിന്നുള്ള ഓങ്കോളജി പുനരധിവാസ വിദഗ്ധ ഡോക്ടർ ഹിമ രവീന്ദ്രനാഥ് ക്ലാസ് എടുത്തു. ശരീരത്തില് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്. സാധാരണ നമ്മുടെ ശരീരത്തിൽ 60% വെള്ളമാണല്ലോ, അതറിയാമല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യം. അതിൽ 3/4 ഭാഗവും നമ്മുടെ രക്തധമനികളിൽ കൂടാണ് അത് സർക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ശരീരത്തിലെ വെള്ളം അത് പ്രോട്ടീൻ കലർന്നതാണ്. അത് സാധാരണ ആർട്ടറീസിലൂടെ പോകത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഡോക്ടർ സുചിത്ര സുധീർ, PJ ജേക്കബ്, ഡോക്ടർ K ബീന, ഡോക്ടർ ഗീത മേക്കോത്ത്, TM ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. KSCB പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ഡിവിഷൻ സമ്മേളനം കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി K അശോകൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു സഹായവും നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അത് ബാക്കിയൊന്നും അത്ര ആ ഒരു വാക്കിലാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. തീർച്ചയായും നമുക്കൊന്നും കിട്ടാതിരുന്നിട്ടും നമ്മുടെ അവിടെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ 3 കോടി രൂപയുടെ അടുത്ത്
തീർക്കുന്ന വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതോടനുബന്ധിച്ച് പറയാൻ ഒന്ന് വിചാരിക്കുക. ഡിവിഷൻ പ്രസിഡന്റ് ഇ.പി. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജൻ ലൂയിസ്, കെ. പവിത്രൻ, സി. അജിത, ടി.ജി. രാജഗോപാലൻ, പി.കെ. വത്സരാജ്, വി. സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ.എസ്.ഇ.ബി. പെൻഷൻകാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കണമെന്നും DA കുടിശ്ശിക അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ സിറ്റി മരക്കാർക്കണ്ടി യുവജന വായനശാല ഗ്രന്ഥാലയം SSLC, +2, LSS, USS വിജയികളെ അനുമോദിച്ചു. റിട്ടയർഡ് AO KP പ്രദീപ് കുമാർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ഏറ്റവും മികച്ച കുട്ടിയാണ്, ആ വിദ്യാലയത്തിലെ മികച്ച കുട്ടികളുടെ കൂട്ടത്തിൽ പഠിച്ചതാണ്. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് കേട്ട് ബേജാറാണ്. ഈ ചോദിച്ച ആള് 10ാം ക്ലാസ് തോറ്റ ആളാണ്. 10ാം ക്ലാസ് തോറ്റിട്ട് കണ്ടക്ടർ പണിയെടുക്കുന്ന ആളാണ്. അയാളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇതാണ് ഏറ്റവും വലിയ വിജയം എന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക. അതിൻ്റെ അപ്പുറം വിജയമുണ്ട്. എനിക്ക് ഞാൻ വിജയത്തിൻ്റെ കൂട്ടത്തിൽ പറയും ഞങ്ങൾക്ക് കുറേ ഉണ്ട്. ഈ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 210 മാർക്കാണ് ജയിക്കാൻ, SSLCക്ക് ജയിക്കാൻ. ഇപ്പം 98 സംതിങ് ശതമാനം ജയിക്കുന്നുണ്ട് അല്ലേ SSLCക്ക്. അന്ന് നമ്മളെ പഠിക്കുന്ന സമയത്ത് 32, 33 ഓരോ കൊല്ലം പാസ്സാവും. 100 കുട്ടികൾ ഇരുന്നാലും 31 കുട്ടികളെ പാസ്സാകും. അതോ ഈ 6 വിഷയങ്ങൾക്കും മിനിമം മാർക്ക് കിട്ടണം. ഏതെങ്കിലും ഒരു വിഷയത്തിന് 1 മാർക്ക് പറഞ്ഞിരുന്നാണ് തോറ്റ്. ലൈബ്രറി കൗൺസിൽ എടക്കാട് നേതൃസമിതി കൺവീനർ ജനു ആയിച്ചങ്കണ്ടി അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് EK സിറാജ്, ഷീബ സുരേഷ്, K. റജുള, A. അനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ജാപ്പാനീസ് ഭാഷ പഠിച്ചാൽ നേടാൻ കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്താൻ ജാപ്പാൻകാർ കണ്ണൂരിലെത്തി. ജപ്പാനിൽ തൊഴിലവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയിൽ നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനാണ് ജാപ്പാനീസ് പൗരന്മാരായ 2 യുവാക്കളും 1 യുവതിയും എത്തിയത്. നൊബോലു ഇന്നോവെ, ഇക്വാറി ഇമ്മാസെ, ഓയിച്ചോ ഇത്തോ എന്നിവരാണ് സെമിനാറിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംവദിക്കാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള NSDC പ്രതിനിധി ചഞ്ചൽ ഖൊരാനയോടൊപ്പം കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ എത്തിയത്. ജപ്പാനിൽ ജനസംഖ്യ കുറയുകയും വിവിധ തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ക്ഷാമം നേരിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, BTech എന്നിവ കഴിഞ്ഞ 18നും 27നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ അവസരം ഒരുങ്ങുന്നത്. കോളേജ് ഓഫ് കോമേഴ്സ് ഇപ്പോൾ ഒരു 10ലധികം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഷോർട്ട് ടേമും അതുപോലെ ലോങ് ടേം കോഴ്സുകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കോളേജ് ഓഫ് കൊമേഴ്സിൻ്റെ തന്നെ മറ്റൊരു പാരലൽ വിങ്ങായിക്കൊണ്ട് കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമി ആരംഭിച്ചിട്ടുള്ളത്. അവിടെ മിസ്റ്റർ തോമസും മിസ്റ്റർ സന്തോഷുമാണ് ഈ ലാംഗ്വേജ് അക്കാദമിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ പ്രധാനമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഷകളാണ്. ജപ്പാൻ ഭാഷയും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയുമാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. മറ്റിതര ഭാഷകൾ കൂടി അവിടെ ആവശ്യമെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഫ്രഞ്ചും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഷാ നൈപുണ്യം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുക, അതുവഴി അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പൈസ ചിലവ് വരും, അതിനുശേഷം അവർക്ക് എങ്ങനെയാണ് ജോലി, അതിൻ്റെ ജോലി സാധ്യത എവിടെയാണ്, ആരാണ് അവർക്ക് ജോലി കൊടുക്കുന്നത്, അതിന് ഉത്തരവാദപ്പെട്ടവർ ആരൊക്കെയാണ് എന്നൊക്കെ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടുത്താൻ. നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളെ പരിചയപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് കുട്ടികളിൽ അതിൻ്റെ ഒരു സുതാര്യതയുണ്ട് എന്ന് ബോധ്യമാവുള്ളൂ. അതിൻ്റെ കൃത്യതയും സുതാര്യതയും നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുമായി പരിചയപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ അവരുമായി ദൂരീകരിച്ച് അത് നമ്മുടെ കുട്ടികൾക്ക് അനുഗ്രഹമായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പത്രസമ്മേളനം ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. +2 പാസ്സായ പെൺകുട്ടികൾക്ക് നഴ്സിംഗ് കെയർ ജപ്പാനിൽ സൗജന്യമായി പഠിക്കാം. 1 ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന് ജപ്പാൻ ഭാഷ അനിവാര്യമായതിനാലാണ് കോളേജ് ഓഫ് അക്കാദമി ഭാഷാ പഠനം നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഓഫ് കോമേഴ്സ് ചെയർമാൻ C. അനിൽകുമാർ, ലാംഗ്വേജ് അക്കാദമി MD KM തോമസ്, ഡയറക്ടർ TJ സന്തോഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പൊളിച്ചടക്കൽ പ്രക്രിയ കൃത്യമായി നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. അതിന്റെ ഭാഗമായാണ് അഴീക്കോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രവും പൊളിച്ചടക്കിയത്. അഴീക്കോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ
MLA, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ യാതൊരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ലെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഴീക്കോട് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊളിച്ചടക്കൽ പ്രക്രിയ മാത്രം കൃത്യമായി നടന്നുവരുന്നു. അഴീക്കോട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പൊളിച്ചടക്കിയത് പുനഃസ്ഥാപിക്കുക, ഡയാലിസിസ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുക, മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഴീക്കോട് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ പുതിയൊരു ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കൃത്യമായി അവിടെ തുടങ്ങേണ്ടിയിരിക്കും. പക്ഷേ ഇവിടെ പൊളിച്ചു മാറ്റൽ എന്നുള്ള പ്രക്രിയ കൃത്യമായി നടത്തപ്പെട്ടു. അത് ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ് എല്ലാം പൊളിച്ചെടുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി ഈ ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി. പക്ഷെ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് ഇവിടെ ബിൽഡിംഗ് എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ധാർമ്മികമായ കടമയുണ്ട്. ഗവൺമെന്റിന്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനാണ് ഉത്തരവാദിത്വമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തായാലും ശരി, അതുപോലെ തന്നെ MLA ആയാലും ശരി, ഇവർക്കൊക്കെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർ തയ്യാറാകുന്നില്ല. ഇവിടെ എസ്റ്റിമേറ്റ് ഇവിടെ 2 കോടി മറ്റ് MLAയുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളോ ഉൾപ്പെടെ 5 കോടി രൂപയുടെ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി ആദ്യമായി തീരുമാനിക്കപ്പെട്ടു. എങ്കിലും ആ ബിൽഡിംഗ് ആ രീതിയിൽ പോരാ, അത് കുറച്ചുകൂടി വലുതായിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് വലുതായിട്ട് എടുക്കണം, അതിന് മുകളിൽ പിന്നെയും എടുക്കണം നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ പ്രാഥമികമായുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡിംഗ് എങ്കിലും ആദ്യമായി ഇവിടെ സ്ഥാപിക്കപ്പെടണം. അതിന് എന്തുകൊണ്ട് ഇത്രയും കാലമായി നടക്കുന്നില്ല? ആശുപത്രി പൊളിച്ചുമാറ്റപ്പെട്ടത് പുനർനിർമ്മാണം നടത്തുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും സ്ഥലം MLAക്കും ബ്ലോക്ക് പഞ്ചായത്തിനും അഴീക്കോട് ഗ്രാമപഞ്ചായത്തിനും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അവരെല്ലാം അതിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നതെന്ന് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. 5 കോടി രൂപ മുടക്കി കെട്ടിട നിർമ്മാണം നടത്താൻ തുടക്കമിട്ടെങ്കിലും അതുപോരാ, കൂടുതൽ നിലകൾ അശാസ്ത്രീയമായ രീതിയിൽ പണിയാൻ തുനിഞ്ഞതാണ് ആശുപത്രി ഈ നിലയിലാകാൻ കാരണം. എന്നാൽ ഇത്തരത്തിൽ പൊളിച്ചടക്കുമ്പോൾ ദിനംപ്രതി 400-ൽ അധികം രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ രോഗികൾക്ക് ഇരിക്കാനോ ഡോക്ടർമാർക്കോ പരിശോധന നടത്താനോ സൗകര്യമൊരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും MLA അടക്കമുള്ളവരുടെ അവഗണനയാണ് ഇവിടെ കാണുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കേരളത്തിലെ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യത്തിലും അനാസ്ഥയാണ്. ആശുപത്രികളിൽ കൃത്യമായി ഡോക്ടർമാരെ വിന്യസിക്കാനോ മഴക്കാല രോഗങ്ങൾ തടയാനോ യാതൊരു മുന്നൊരുക്കങ്ങളും ഇതേവരെ എടുത്തിട്ടില്ല. കേരളത്തിലെ ആശുപത്രികളിൽ ധൈര്യമായി കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ ആശുപത്രികൾ എന്നിവ അടച്ചുപൂട്ടുന്ന നയത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അഴീക്കോട് ടൗണിൽ പ്രകടനമായി എത്തി ആശുപത്രിക്ക് മുന്നിലാണ് ധർണാ സമരം ആരംഭിച്ചത്. KV അഷ്റഫ് അധ്യക്ഷനായി. VV സജിത്, CP റഷീദ്, TK അജിത്, K സന്തോഷ്, KP ഹാരിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബനാന തൊഴിലാളികൾക്ക് ഉടൻ കൂലി വർധനവ് നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. ഡിമാൻഡ് നോട്ടീസ് നൽകി 3 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും 2 വർഷം കൂടി നീട്ടിത്തരണമെന്ന അസോസിയേഷന്റെ വാദം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബനാന തൊഴിലാളി യൂണിയൻ STU കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളും തൊഴിൽ ദാതാക്കളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. തൊഴിലാളികൾക്ക് വാർദ്ധക്യകാലത്ത് സംരക്ഷണം ലഭിക്കുന്നതിനായി ചുമട്ടുതൊഴിലാളി ക്ഷേമനിധിയിലോ ഷോപ്പ് ആക്ടിന്റെ പരിധിയിലോ ഉൾപ്പെടുത്തണം. സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ലേബർ ഓഫീസർമാർ ഇൻസ്പെക്ഷൻ നടത്തി രജിസ്ട്രേഷൻ ചെയ്യിക്കാറാണ് പതിവെങ്കിലും ഇപ്പോൾ അങ്ങനെയൊരു സംഭവം പോലും നടക്കുന്നില്ല. ഇത് ലേബർ ഓഫീസർമാരുടെ കുറ്റമല്ലെന്നും സർക്കാർ നയമാണെന്നും അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തൊഴിലാളികളെ ശത്രുക്കളായി കാണുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും MA കരീം കുറ്റപ്പെടുത്തി. ഷോപ്പ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൺഅറ്റാച്ച്ഡ് ചുമട്ടുതൊഴിലാളികൾ ലഭിക്കുന്ന എല്ലാ ആളുകളും ഷോപ്പ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തിയാലും കിട്ടും. പക്ഷേ ലേബർ ഡിപ്പാർട്ട്മെന്റ് കാലാകാലങ്ങളായിട്ട് ചെയ്യേണ്ടുന്ന പണി കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തി അത് പരിശീലിക്കാവുന്നതാണ്. അതിനുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല. അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് കുറ്റമല്ല, സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇത് ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുകൂലമായ നിലപാടാണ്. കച്ചവടക്കാർക്ക് അനുകൂലമാണത്, തൊഴിലാളികൾക്കല്ല. ഇതെല്ലാം കൊണ്ട് തൊഴിലാളികളുടെ അവൻ്റെ അവസാന, അതായത് അയാളുടെ വാർദ്ധക്യകാലത്ത് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഇല്ലായ്മ ചെയ്യുക. അത്തരത്തിലുള്ള ഈ തൊഴിലാളികൾക്ക് കൃത്യമായി കൂലി കൊടുക്കുക എന്ന് പറയുമ്പോൾ വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമായതാണ് എന്നത് ആർക്കും സംശയമില്ല. പക്ഷേ ഇവിടെ കച്ചവടക്കാർ പറയുന്നു ഞങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണ്, ഞങ്ങൾക്ക് ഈ കൂലി വർദ്ധിപ്പിച്ച് കൊടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. ബനാന തൊഴിലാളി യൂണിയൻ STU കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ TP ഹാരിസ് അധ്യക്ഷത വഹിച്ചു. PP നാസർ, BK ഷാജിദ്, K ഖാലിദ്, P നിസാർ, TP നാസർ, ML അഹമ്മദ്, റയീസ്, VK മുഫീദ്, PP നൌഷാദ്, MT സഹീർ, KK മുനീർ, BK നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2025-26 അധ്യയന വർഷം നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പരിപാടിയുടെ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സർക്കാർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് നിയമം, അതോടൊപ്പം തന്നെ മാനസികാരോഗ്യം, ശുചിത്വം, ഈ 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ നമുക്ക് ക്ലാസ് റൂമിനകത്ത് അവനെ ഒരു നല്ല മാതൃകാ വിദ്യാർത്ഥിയാക്കി അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാതൽ. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൗമാര കാലഘട്ടം, ഞാനും നിങ്ങളും ഒക്കെ അതൊക്കെ കടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ആ ഒരു കൗമാര കാലഘട്ടമല്ല ഇന്ന് ഉള്ളത്. പുതിയ നമ്മുടെ ന്യൂ ജനറേഷൻ അവരുടെ സ്വഭാവത്തിലും അവരുടെ മറ്റെല്ലാ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ അവര് വളരെ നമ്മളിൽ നിന്നും വ്യത്യസ്തരാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. KHSS പ്രിൻസിപ്പാൾ KT റീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ സഹൃദ കോർഡിനേറ്റർമാർ, NSS പ്രോഗ്രാം ഓഫീസർ എന്നീ അധ്യാപകർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കൗമാരക്കാരായ കുട്ടികൾക്ക് ശരിയായ ദിശാബോധം നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കുട്ടികളുടെ മാനസിക സുസ്ഥിതി, സമൂഹത്തിന് മുതൽക്കൂട്ട്, കൗമാര പെരുമാറ്റത്തിലെ അപകട സാധ്യത, കൗമാര മാറ്റങ്ങൾ, കൗമാര പെരുമാറ്റങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ജീവിതമാണ് ലഹരി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യം. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ CG and AC കൺവീനർ C മനീഷ് സ്വാഗതം പറഞ്ഞു. HSS വിഭാഗം കോർഡിനേറ്റർ V സ്വാതി, ജോയിന്റ് കോർഡിനേറ്റർ M രാജേഷ്, NSS കൂത്തുപറമ്പ് ക്ലസ്റ്റർ EI ലിതേഷ്, EP അനീഷ് കുമാർ, സ്മിജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ, വെള്ളി 119 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമെന്ന് EP ജയരാജൻ. കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ഇതിനുദാഹരണം. ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചില്ല. അദ്ദേഹം തടവറക്കുള്ളിൽ പോലും വേട്ടയാടപ്പെട്ടെന്നും EP ജയരാജൻ. ഇന്ന് IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിന് പുത്തൻ അധ്യയന ദിനം. ശാരീരിക അവശതകൾ വഴിമാറി കുട്ടികൾ വീണ്ടും വിദ്യാലയ മുറ്റത്തെത്തി. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്കൂൾ. ഇനി പുതിയ അറിവുകൾ നേടും കാലം. കൂലി വർധനവ് നടപ്പാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് STU. ഡിമാൻഡ് നോട്ടീസ് നൽകി 3 വർഷം കാത്തിരുന്നു. ഇനിയും വൈകിപ്പിക്കരുതെന്ന് തൊഴിലാളികൾ. സർക്കാർ തൊഴിലാളികളെ ശത്രുക്കളായി കാണുന്നുവെന്ന് MA കരീം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.